ഹലോ ചേച്ചി, ചേച്ചി അറിഞ്ഞോ കാര്യങ്ങളൊക്കെ? നിങ്ങൾ അറിഞ്ഞില്ലേ ഇതുവരെ കാര്യങ്ങള്? അതേ, അപ്പുറത്തെ വീട്ടിലെ പെണ്ണുണ്ടല്ലേ, നിങ്ങൾ അതൊന്നും അറിഞ്ഞില്ലേ? ആ, ഇന്നലെ കുടുംബശ്രീ വന്നപ്പോ പറഞ്ഞു കേട്ടതാ ഞാൻ. ആ ആ ആ പെണ്ണ് എന്തോ ഏതോ ഒരു പയ്യനും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാ പറയുന്നത്. പിന്നെ അതേനൊക്കെ അപ്പുറത്തെ ശാരദേച്ചിയുടെ മോനുണ്ടല്ലോ, അവൻ എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്നാ പറയുന്നത്. മുടിയൊക്കെ വന്നിട്ട് വളർത്തിയിട്ടേക്കുന്ന കണ്ടില്ലേ? ചെറുക്കനെ കണ്ടാൽ തന്നെ അറിയാലോ, എന്തോ കള്ളോ കഞ്ചാവോ എന്തോ അങ്ങണ്ട ആണെന്ന് നിങ്ങൾ പറയുന്നത്. എപ്പോഴും അവൻ പഠിക്കാൻ പോകുന്നു നല്ല പയ്യനാണെന്ന്. അങ്ങനൊന്നും അല്ല. ഇപ്പൊ ഒരു സൗണ്ട് അവിടെ കേൾക്കുന്നു. ആ, ചെറുക്കൻ കള്ളു കുടിച്ചിട്ട് വന്നങ്ങോട്ടുള്ള ബഹളമാണ് അവിടെ. നിങ്ങൾ നാളെ പോകുമ്പോഴേ കുടുംബശ്രീയിലെ നമ്മളെ അന്നമ്മ ചേച്ചി അടുത്തൊക്കെ അങ്ങ് പറഞ്ഞേക്കണം കേട്ടോ. ഞാൻ പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല. ഞാൻ എപ്പോഴും നുണയാണ് പറയുന്നതെന്ന് അവർ പറയുന്നത്. നിങ്ങൾ അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞേക്കണം കേട്ടോ. നിങ്ങളായിട്ടങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞാൽ അവർ വിചാരിക്കും ഞാൻ എപ്പോഴും പറയുന്നു ആ കൊച്ചിനെ പറ്റി നുണ പറയുന്നു, ഇവരെ പറ്റി ഇങ്ങനെ പറയുന്നു, അവരെ പറ്റി ഇങ്ങനെ പറയുന്നു എന്നൊക്കെയാണ്. പറയണേ, മറക്കല്ലേ. ശരി, എങ്കിൽ വെക്കട്ടെ. നീ നമ്മളുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കി നടാ, നാട്ടുകാരുടെ കാര്യം നോക്കി നടക്കാതെ. എന്റെ മക്കളൊക്കെ നല്ല രീതിയിലാണ് പോകുന്നത്. അവരെ ഞാൻ നല്ല പോലെയാണ് നോക്കുന്നത്. ആ രീതിയിൽ തന്നെ പോകുന്നതും വരുന്നതും അല്ല. എന്റെ മക്കളൊന്നും എവിടെയും പോകത്തില്ല, നോക്കിക്കോ. അവരെയൊക്കെ ഞാൻ ശ്രദ്ധിച്ച് തന്നെ വളർത്തുന്ന. അപ്പുറം എന്തോ ശബ്ദം കേൾക്കുന്നു. കള്ളു കുടിച്ചിട്ടാന്ന് തോന്നുന്നു കേട്ടാ, സൗണ്ട് കേൾക്കുന്നു. ആണെന്ന്. ആ, നിന്റെ മോനും മോളും ഒക്കെ എവിടെ പോയേക്കുന്നത്? മോൻ കോളേജിൽ പോയേക്കുന്നത്. മോള് അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിലോട്ട് പോയേക്കുന്നു. അവൾക്ക് കമ്പൈൻ സ്റ്റഡി ഉണ്ട്, അങ്ങനെ പോയേക്കുവാണ്. മോൻ എന്നും പോകുന്നത് കാലത്തെ പോയ രാത്രിയാണല്ലോ വരുന്നത്. നീ അതൊക്കെ തിരക്കാറുണ്ടാ? നീ എന്തെങ്കിലും അവരോട് ചോദിക്കുക, സംസാരിക്കുക, പറയാ, എന്തെങ്കിലും ചെയ്യലുണ്ടാ? എന്റെ മക്കളൊന്നും എവിടെയും പോകാറില്ല. എന്നോട് പറഞ്ഞിട്ട് തന്നെ അവൻ പോകുന്നതും വരുന്നതും അല്ല. അവൻ നല്ല കുട്ടിയാ. പോസ്റ്റ്മാൻ കൊണ്ടുവന്ന ലെറ്റർ ആണ്. ഓ, എന്നാടി ലെറ്റർ നീ തന്നെ നോക്കണം, വായിക്കണം. പിടി. എന്റെ മോനും ഏതോ ഒരു പെണ്ണുമായിട്ട് ഹെൽമെറ്റ് ഇല്ലാതെ പോയതാണ്. ഫോട്ടോ ഉൾപ്പെടെ, ഫോട്ടോ സഹിതം ഉണ്ട്. നീ നോക്ക്. ഓവർ സ്പീഡും ഉണ്ട്. രണ്ടുപേർക്ക് ഹെൽമെറ്റും ഇല്ല. നോക്ക്. നിന്റെ മോളെവിടെ? അവള് കോളേജിൽ പോയി. ബീച്ചിൽ വെച്ചിട്ടേ മോളെയും ഏതോ ഒരു പയ്യനായിട്ട് പിടിച്ചിട്ടുണ്ട്. സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട്. സ്റ്റേഷനിലോട്ട് പോണം. ബാ, വേഗം റെഡിയാവും. അവളെ ഒന്നും ആയിരിക്കത്തില്ല. എന്റെ മോളെ ഞാൻ മര്യാദയ്ക്കാ പഠിപ്പിക്കുന്നത്. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലേ? വേഗം റെഡിയാവും. വീട്ടുകാരുടെ കാര്യം നോക്കി നടന്നു നിനക്ക് വീട്ടുകാര്യം നോക്കാതെ നടന്നത് കൊണ്ട് കിട്ടിയ പണിയാണ് നിനക്കിത്. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട്.